RSS മാതൃകയിൽ സ്വയം സംരക്ഷണ പ്രതിരോധ സേന രൂപീകരിക്കാനുള്ള CPIM തീരുമാനം ചർച്ചയാകുന്നു. ലോക്കൽ കമ്മിറ്റികൾക്കു കീഴിൽ 10 പേർ വീതമുള്ള സ്വയം സംരക്ഷണ സേന രൂപീകരിച്ച് ആയോധന കലകളിൽ ഉൾപ്പെടെ പരിശീലനം നൽകാനാണ് ജില്ലാ കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പാർട്ടിക്ക് നേരെയുള്ള അക്രമങ്ങളെ തടയാനാണ് സേനയുടെ രൂപീകരണം. വീട്ടിനകത്ത് പോലും സ്വൈര്യമായി സ്ത്രീകൾക്ക് കഴിഞ്ഞുകൂടാൻ സാധിക്കാത്ത സ്ഥിതി കേരളത്തിലുണ്ടായി. ഈ സാഹചര്യത്തിൽ CPM പ്രവർത്തകന്മാരുടെ ജീവനും സ്വത്തിനും ഈ രാജ്യത്തിന്റെ രക്ഷയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സ്വയം സമർപ്പിതരായ വളണ്ടിയർമാരായിട്ടാണ് ഈ വളണ്ടിയർമാർ നാളെ മാറാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ കണ്ണൂരിൽ നടന്ന റെഡ് വളണ്ടിയർ കോർ ടീമിന്റെ ഉദ്ഘാടന വേളയിൽ കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ ഈ പ്രസംഗം അക്ഷരാർത്ഥത്തിൽ നടപ്പാവുകയാണ്. സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റിക്ക് കഴിഞ്ഞ ദിവസം നൽകിയ സർക്കുലറിന്റെ 24-ാം പേജിലാണ് സ്വയംസംരക്ഷണ സേന ആരംഭിക്കണമെന്ന നിർദ്ദേശമുള്ളത്. കുറുവടിയേന്തിയ റെഡ് വളണ്ടിയർമാർ അന്ന് അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയത് RSSനെ അനുകരിക്കുന്നതാണെന്ന വിമർശനത്തിനും വിവാദത്തിനും വഴിവെച്ചിരുന്നു. എന്നാൽ ഇതിനെ അവഗണിച്ച് മുന്നോട്ടു പോകാനാണ് CPIM തീരുമാനം. RSSന് കണ്ണൂരിൽ ശക്തമായ പ്രതിരോധം തീർക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഒരു ലോക്കലിൽ 10 അംഗങ്ങൾ അടങ്ങുന്ന 2 സ്ക്വാഡുകൾ രൂപീകരിക്കും. ഓരോ സ്ക്വാഡിനും ഒരു പരിശീലകൻ നിർബന്ധമാണ്. ഇവർക്കുള്ള സംസ്ഥാന ക്യാമ്പ് തിരുവനന്തപുരം EMS അക്കാദമിയിൽ പൂർത്തിയായി കഴിഞ്ഞു. ഈ മാസം തന്നെ ജില്ലാതലത്തിൽ ക്ലാസുകൾ നടത്തി ഒക്ടോബറിൽ പരിശീലനം ആരംഭിക്കാനാണ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം. ഒക്ടോബർ വിപ്ലവ വാർഷികത്തിന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും സേനാംഗങ്ങളെ അണിനിരത്തി മാർച്ചും റാലിയും നടത്തും. ലോക്കൽ തലത്തിൽ 31 അംഗങ്ങൾ വീതമുള്ള പുതിയ റെഡ് വളണ്ടിയർ കോർ രൂപീകരിച്ചതിന്റെ തുടർച്ചയായാണ് സ്വയം സംരക്ഷണ സേന. RSS ശാഖാ മാതൃകയിൽ ലോക്കലുകളിലെ 2 കേന്ദ്രങ്ങളിൽ വൈകുന്നേരം 1 മണിക്കൂർ വീതം പരിശീലനം നടത്തണമെന്നും നിർദ്ദേശമുണ്ട്. കളരി, കരാട്ടെ തുടങ്ങിയ ആയോധന കലകളും യോഗയും മെഡിറ്റേഷനും ഉൾപ്പെടുത്തിയുള്ള പരിശീലന രീതിയാകും സേനാംഗങ്ങൾക്ക് നൽകുക. RSSന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാനുള്ള CPIM നീക്കങ്ങളുടെ ഭാഗമായാണ് സ്വയം സംരക്ഷണ സേനയും രൂപീകരിക്കുന്നത്. രാഷ്ട്രീയപരമായി ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിവാദങ്ങൾക്കാകും ഇത് തുടക്കം കുറിക്കുക. കണ്ണൂരിൽ നിന്നും ക്യാമറാമാൻ ലിമേഷ് ചെറുവഴിക്കൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ.